ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെ. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. പെർഗമോസ് സഭയ്ക്ക് എഴുതിയ ദൂതാണ് നാം വായിച്ചു കേട്ടത്. എഫെസോസിലെ സഭയ്ക്കും സ്മിർനയിലെ സഭയ്ക്കും എഴുതിയ ദൂതുകൾ ഇതിനുകൂടെ നാം പഠിച്ചു കഴിഞ്ഞു. മൂന്നാമതായിട്ട് പെർഗമോസിലെ സഭയ്ക്ക് എഴുതിയ ദൂതാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 3 പട്ടണങ്ങളുടെയും സ്ഥലവും അവ തമ്മിലുള്ള ബന്ധവും പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ടർക്കിയിൽ എഫെസോസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കേന്ദ്രവും സ്മുർന എന്ന് പറയുന്ന വാണിജ്യ വ്യാപാര കേന്ദ്രവും പെർഗമോസ് എന്ന് പറയുന്ന മതകേന്ദ്രവും അടുത്തടുത്ത് കിടന്ന പട്ടണങ്ങളാണ്. 2 പട്ടണങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണ്, സ്മുർനയും പെർഗമോസും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സ്മുർനയ്ക്ക് പുതിയൊരു പേരുണ്ട്, ഇസ്മിർ. പെർഗമോസിന് ഇപ്പോൾ അവിടെ പറയുന്ന പേര് പെർഗമം എന്നാണ്. അപ്പൊ പെർഗമം, ഇസ്മിർ, എഫെസോസ് ഈ 3 പട്ടണങ്ങളും ടർക്കിയിൽ ഇപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഏതാണ്ട് 65-70 മൈല് വ്യത്യാസത്തിലാണ് ഈ സ്ഥലങ്ങൾ നിലകൊള്ളുന്നത്. പെർഗമോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏഷ്യ മൈനറിലെ ഏറ്റവും വലിയ, ഏറ്റവും മഹത്തായ പട്ടണമായിരുന്നു പെർഗമോസ്. ദി ഗ്രേറ്റസ്റ്റ് സിറ്റി ഇൻ ഏഷ്യ മൈനർ എന്നാണ് പെർഗമോസ് അറിയപ്പെട്ടിരുന്നത്. പെർഗമോസ് ഒരു ക്ഷേത്ര നഗരമായിരുന്നു. ധാരാളം ക്ഷേത്രങ്ങൾ ആ പട്ടണത്തിൽ നിറഞ്ഞിരുന്നു. റോമൻ ചക്രവർത്തിമാര് ആയിരുന്ന കൈസറിനെ ദൈവതുല്യമായി ആരാധിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന കാലഘട്ടത്തിൽ കൈസറിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ പണിയുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്നാമത്തെ ക്ഷേത്രം പെർഗമോസിലാണ് പണിയപ്പെട്ടത്. പെർഗമോസിൽ രാജാരാധന അല്ലെങ്കിൽ സാമ്രാജ്യ ആരാധന, ഇമ്പീരിയൽ കൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അത് അതിശക്തമായി പ്രചരിച്ചിരുന്നു. അതുകൊണ്ടാകാം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്നും ഞാൻ അറിയുന്നു എന്ന് കർത്താവായ യേശു തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അവിടെ സാത്താന്റെ സിംഹാസനം എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ കൈസറുടെ സിംഹാസനം എന്നാകാം ഉദ്ദേശിക്കുന്നത്. കാരണം സാത്താന്റെ സ്വഭാവം നമുക്കറിയാം. അവന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ വെക്കുന്നതിനായിട്ട് ആഗ്രഹിച്ചവനാണ്. അതുകൊണ്ട് തന്നെത്താൻ ഉയർത്തുകയും ഞാൻ ദൈവതുല്യനോ ദൈവത്തെക്കാൾ വലിയവനോ ആണെന്ന് കരുതുകയും ചെയ്ത കൈസർ അദ്ദേഹത്തിന്റെ സിംഹാസനം സ്ഥാപിച്ച് അതിനൊരു ആരാധന ഉണ്ടാക്കിയ, ഒരു ക്ഷേത്രം പണിത ആദ്യത്തെ പട്ടണം പെർഗമോസ് ആയതുകൊണ്ടാകാം നീ പാർക്കുന്ന ഇടം ഏതാണ്, അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്ന് ഞാൻ അറിയുന്നു എന്ന് യേശു തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഈ പട്ടണം സന്ദർശിക്കുമ്പോൾ ഈ പട്ടണത്തിലെ മറ്റൊരു വലിയ ആരാധനാലയം അല്ലെങ്കിൽ മറ്റൊരു വലിയ ക്ഷേത്രം കൂടെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ അസ്കുലാപ്പിയസ് എന്ന് പറയുന്ന ദേവനായിരുന്നു. വേറെയും ധാരാളം ക്ഷേത്രങ്ങൾ ഈ പട്ടണത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇതൊരു മതകേന്ദ്രമാണ് എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അസ്കുലാപ്പിയസ് എന്ന് പറയുന്ന ദേവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം രോഗസൗഖ്യത്തിന്റെ ദേവനായിരുന്നു.
ഗോഡ് ഓഫ് ഹീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യരെ എല്ലാ കാലത്തും അന്വേഷിക്കുന്ന സുപ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് രോഗസൗഖ്യം എന്ന് പറയുന്നത്. രോഗസൗഖ്യം ലഭിക്കുന്നിടത്ത് ഉപദേശം പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, അവിടുത്തെ ചിന്താധാര എന്താണെന്നുള്ളത് പ്രശ്നമല്ല, വലിയ ആൾക്കൂട്ടവും വലിയ ആരവവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ആരും രോഗികളായിട്ട് ഇരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥെസ്ദ കുളത്തെക്കുറിച്ച് വായിക്കുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ കൂട്ടം സൗഖ്യം കാത്തുകൊണ്ട് കിടന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗസൗഖ്യം എവിടെ കിട്ടിയാലും ഉപദേശമോ മതമോ ഒന്നും നോക്കാതെ ആളുകളുടെ കൂട്ടം അങ്ങോട്ട് പോകുന്നത് സർവ്വസാധാരണമാണ്. വിശ്വാസികളെ നമ്മൾ പരിശോധിച്ചാൽ വിശ്വാസികളുടെ കൂട്ടത്തിലും നിത്യത അന്വേഷിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകളാണ് രോഗശാന്തി തേടി, രോഗശാന്തി ശുശ്രൂഷകരെ തേടി പോകുന്നത്. ചിന്തിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ആശയം എടുത്തിട്ടാണ് പിശാച് ഇവിടെ ഒരു സൗഖ്യദേവനെ പ്രതിഷ്ഠിച്ച് ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിച്ചത്. അസ്കുലാപ്പിയസിന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ഹീലിംഗ് സ്പാ ആണ്. ഇന്നും ഈ സ്പാ അവിടെ പ്രവർത്തിക്കുന്നതും ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും നിങ്ങൾക്ക് പെർഗമം സന്ദർശിച്ചാൽ കാണുവാനായിട്ട് കഴിയും. സ്പാ എന്ന് പറഞ്ഞാൽ ആരോഗ്യ സ്നാനഘട്ടം അല്ലെങ്കിൽ ആരോഗ്യ സ്നാന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ സ്പാകളൊക്കെ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വേദപുസ്തകത്തിലെ എസ്തേറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എസ്തേർ 2:12 അവളെ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് 6 മാസം മൂർതൈലവും 6 മാസം സുഗന്ധവർഗവും ഒക്കെ ഇട്ട് സുഗന്ധപൂരിതമായ ആരോഗ്യമുള്ള ഒരു യുവതിയാക്കി മാറ്റിയത് വായിക്കാൻ സാധിക്കും. അപ്പൊ ഈ ആരോഗ്യ സ്നാനഘട്ടങ്ങളില് മരുന്നുകൂട്ടുകളും സുഗന്ധ ദ്രവ്യങ്ങളും ഒക്കെ ചേർത്ത് ആളുകൾക്ക് കുറെ അധികം സമയം ശാരീരികവും മാനസികവുമായിട്ടുള്ള ചികിത്സ തേടി സൗഖ്യം പ്രാപിച്ച് ആരോഗ്യമുള്ളവരായി സൗന്ദര്യമുള്ളവരായി പുറത്തു വരുന്നതിനുള്ള ഒരു അവസരം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം അവർ ഈ ദേവനെ ആരാധിക്കുകയും ഈ ദേവന്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയതെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ചികിത്സയ്ക്കിടയ്ക്ക് ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ മരിച്ചവരെ പുറം വാതിൽ വഴി ഒഴിവാക്കുകയും അവരെ ആരും അറിയാതെ സംസ്കരിക്കുകയും ചെയ്യുന്ന രീതിയും ഈ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്നവരെല്ലാം സൗഖ്യം പ്രാപിക്കുന്നു എന്നുള്ള ഒരു ധാരണ കൊടുക്കേണ്ടതിനാണ്. നോ റിപ്പോർട്ട്സ് ഓഫ് പീപ്പിൾ ഡെഡ് ആഫ്റ്റർ വിസിറ്റിംഗ് ദിസ് ടെമ്പിൾ വെയർ ബ്രോട്ട് ഔട്ട്. ഈ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം ആരും മരിച്ചിട്ടില്ല, മരിച്ചവരുടെ ആരുടെയും കണക്കുകൾ ലഭ്യമല്ല. അവരെ വേറെ വഴിക്ക് ഡിസ്പോസ് ചെയ്യുന്ന, അവരെ ഒഴിവാക്കുന്ന രീതിയും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഇത് ആളുകളിൽ വിശ്വാസം ജനിപ്പിക്കുവാനും കൂടുതൽ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുവാനും ഇന്നത്തെ സൗഖ്യദായകരൊക്കെ ചെയ്യുന്നത് പോലത്തെ തന്നെ ഒരു ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഇത് ഉപയോഗപ്പെടുമായിരുന്നു. അസ്കുലാപ്പിയസിന്റെ ക്ഷേത്രം പരിശോധിച്ചാൽ ഈ ദേവന്റെ അടയാളം അല്ലെങ്കിൽ ഈ ദേവന്റെ മുദ്ര ഒരു വടിയിൽ ചുറ്റിയിരിക്കുന്ന സർപ്പമായിരുന്നു. ദി എൻട്വൈൻഡ് സർപ്പന്റ് ഓൺ ദ സ്റ്റാഫ്. ചുറ്റിയിരിക്കുന്ന ഒരു സർപ്പം ഒരു വടിയിൽ. ഇന്നും നിങ്ങൾ ആശുപത്രികളും ഡോക്ടർമാരും ഒക്കെ ഈ മുദ്ര ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇല്ലെങ്കിൽ ഇനി ആശുപത്രിയിൽ പോകുമ്പോഴോ ഡോക്ടർമാരുടെ വാഹനങ്ങളും വീടുകളും ഒക്കെ കാണുമ്പോഴോ ശ്രദ്ധിക്കുക. അപ്പൊ സൗഖ്യത്തിന്റെ ചിഹ്നമായിട്ട് ഈ ചിഹ്നം ഡെവലപ്പ് ചെയ്തത് അസ്കുലാപ്പിയസ് ദേവന്റെ ക്ഷേത്രത്തിലാണ് എന്ന് ഓർക്കുക. പിശാചിന്റെ മുദ്രയും സർപ്പമാണെന്നത് മറന്നുപോകരുത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പാമ്പ് എന്ന പ്രയോഗം നമുക്ക് കാണാം. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ തള്ളിക്കളഞ്ഞു. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പൊ അതുകൊണ്ട് സർപ്പം എന്ന് പറയുന്നത്, പാമ്പെന്ന് പറയുന്നത് പിശാചിന്റെ ഒരു ചിഹ്നമാണ്. അവനൊരു വടിയിൽ ചുറ്റിയിരിക്കുന്നു, അവിടെ സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഭയുടെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ 7 സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ സഭയ്ക്ക്. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് കർത്താവ് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ സന്ദേശം പെർഗമോസിലെ സഭയ്ക്ക് കൊടുക്കുന്നത്. അതിങ്ങനെയാണ്:
മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ദൈവവചനം ആണ് എന്നുള്ള കാര്യം വ്യാഖ്യാനിക്കാതെ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ. ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പെർഗമോസ് അല്ലെങ്കിൽ പെർഗമം എന്ന് പറയുന്ന പട്ടണത്തിൽ റോമൻ ഭരണാധികാരിയുടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല വിദൂര സ്ഥലങ്ങളിലൊക്കെ റോമൻ ഭരണാധികാരിയെ പ്രതിനിധീകരിക്കുന്ന പ്രോ കോൺസൽസ് അല്ലെങ്കിൽ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, കൈസറുടെ പ്രതിനിധിയായിട്ട്. ഇവരെല്ലാം ഉപയോഗിച്ചിരുന്ന മുദ്ര ഊരിപ്പിടിച്ച ഒരു വാൾ ആയിരുന്നു. പക്ഷെ ആ ഊരിപ്പിടിച്ച രാജാവിന്റെ വാളിന് ഒരു വായ്ത്തല മാത്രമേ ഉള്ളൂ എന്ന കാര്യം മറക്കണ്ട. എന്നാൽ യേശുവിന്റെ വാളിന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുണ്ട്. ഈ കാര്യം മാത്രം മതിയായിരുന്നു പെർഗമോസിലെ വിശ്വാസികൾക്ക് ഉണരാനും ഉത്സാഹഭരിതരാകുവാനും. ചക്രവർത്തിയുടെ ഒരു വായ്ത്തല വാൾ കാണുമ്പോൾ, അല്ല, ഞങ്ങളുടെ കർത്താവിന്, ഞങ്ങളുടെ ചക്രവർത്തിക്ക് ഇരുവായ്ത്തല വാളുണ്ട് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഉണരാൻ ഉത്സാഹഭരിതരാകുവാൻ ആവശ്യമായ കാരണം ഉണ്ടായിരുന്നു. ചക്രവർത്തിയെയും അദ്ദേഹത്തിന്റെ വാളിനെയും ഭയപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിനേക്കാൾ ശക്തമായ വാളുള്ളവനെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, സഭയെ സംബന്ധിക്കുന്നിടത്തോളം കൂടുതൽ ഭയപ്പെടേണ്ടത് ചക്രവർത്തിയുടെ വാളിനെ അല്ല, കർത്താവിന്റെ വാളിനെയാണ് എന്നും യേശു ഓർമ്മപ്പെടുത്തുകയാണ്. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പെർഗമോസ് സഭയോട് പറഞ്ഞു, മനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. പെർഗമോസുകാരും നാമും ഒരുപോലെ ചിന്തിക്കുകയും ശോധന ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ ഏത് വാളിനെ ഭയന്നാണ് ജീവിക്കുന്നത് എന്നത്. നമ്മുടെ മുമ്പിൽ 2 വാളുകളുണ്ട്. ഇതിൽ ഏത് വാളിനെ ഭയപ്പെട്ടാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് നാം വ്യക്തിപരമായിട്ട് ഈ സന്ദേശം വായിക്കുമ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്യണം. ചക്രവർത്തിയുടെ വാളിനെയാണോ, ചക്രവർത്തിയുടെ വാളെന്ന് ഇപ്പോൾ പറയുമ്പോൾ രാഷ്ട്രീയ അധികാരത്തെയോ മത അധികാരത്തെയോ അല്ലെങ്കിൽ സാമൂഹിക അധികാരത്തെയോ ഒക്കെ ആയിരിക്കാം അത് പ്രതിനിധീകരിക്കുന്നത്. ചക്രവർത്തി എന്തൊക്കെ അധികാരങ്ങൾ കൈയാളിയോ അതിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചക്രവർത്തിയുടെ വാൾ എന്ന് പറയുന്നത്. എന്നാൽ രാജാധിരാജാവും കർത്താതി കർത്താവുമായി വേഗം രാജ്യസ്ഥാപനത്തിനായി മടങ്ങി വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാളോ, ഈ 2 വാളുകൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് ബുദ്ധിയുള്ളവരായിട്ടിരിക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കാം. അതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. ഇത് ജ്ഞാനിയായ ശലോമോൻ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ കാര്യം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചക്രവർത്തിയുടെ വാളിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്ന മറ്റെന്തിനേക്കാളും ഏറ്റവും ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ രാജാധിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിനെയാണ്. അവൻ തന്റെ നിത്യരാജ്യത്തെ സ്ഥാപിക്കുന്നതിനായിട്ട് വേഗം വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സുകളിൽ തിളങ്ങി നിൽക്കട്ടെ. ഇവർ ചെയ്ത പ്രവൃത്തികളെ അംഗീകരിക്കുന്നതാണല്ലോ, കമന്റ് ചെയ്യുന്നതോ അപ്രൂവ് ചെയ്യുന്നതോ ആണല്ലോ സന്ദേശത്തിൽ 2-ാമതായിട്ട് നാം കാണുന്നത്. 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയുന്നു. 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയുന്നു എന്ന് കർത്താവ് എടുത്തു പറയുകയാണ്. നീ പാർക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പീഡനം, രക്തസാക്ഷിത്വം ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. സ്മുർണ സഭയിലെ സഹോദരീ സഹോദരന്മാരെ പോലെ പെർഗമോസിലെ സഭയിലെ വിശ്വാസികളും വിശ്വാസത്തിനായി പീഡിപ്പിക്കപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്തു. പെർഗമോസ് സഭയിലെ ഒരാള്, അന്തിപ്പാസ് എന്ന് പറയുന്ന ഒരാള്, വിശ്വസ്തനായ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിരുന്നത് കൊണ്ട് വിശ്വാസത്തിനായി രക്തസാക്ഷിത്വം വരെ വരിക്കേണ്ടതായിട്ട് വന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസത്തിനായിട്ട് ഉറച്ചു നിന്നതുകൊണ്ട് അന്തിപ്പാസിന് രക്തസാക്ഷിത്വം വരിക്കേണ്ടതായിട്ട് വന്നു. വേദപുസ്തകത്തിൽ സാക്ഷി എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാകാൻ തയ്യാറായിരിക്കുന്നവൻ എന്നാണ്. അല്ലാതെ നമ്മുടെ സഭകളിലൊക്കെ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറയുന്നത് പോലെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവൻ എന്ന അർത്ഥമല്ല. കഠിനമായ പീഡനത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടും അവർ വിശ്വസ്തരായി വിശ്വാസം കാത്തു. ശ്രദ്ധിക്കുക, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു.
അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. മരണത്തെ അഭിമുഖീകരിച്ച സാഹചര്യത്തിലും പീഡനങ്ങൾ വന്നപ്പോഴും കഷ്ടതകളുടെ നടുവിലും ഒക്കെ അവര് പിടിച്ചു നിന്നു, വിശ്വാസം നിഷേധിച്ചില്ല, എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അത് കർത്താവ് കണ്ടിട്ടുണ്ട്, അത് ഞാൻ അറിയുന്നു എന്നാണ് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. കൈസറിന്റെ ക്ഷേത്രത്തിലുള്ള യാഗപീഠത്തിങ്കൽ ഒരല്പം പൂജ നടത്തി ചില സുഗന്ധദ്രവ്യങ്ങളൊക്കെ അവിടെ വാരിയിട്ടിട്ട് കൈസരാണ് ദൈവം എന്ന് പറഞ്ഞ് ഒന്ന് വണങ്ങി മുമ്പോട്ട് പോയാൽ അവർക്ക് പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ വണങ്ങാനായിട്ട് അവർ തയ്യാറായില്ല എന്നർത്ഥം. അങ്ങനെ ചെയ്തെങ്കിൽ അവർക്ക് പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ള യേശുവിനെ അവർ സാധാരണ വാളുള്ള രാജാവിനേക്കാൾ ഭയപ്പെട്ടു, ബഹുമാനിച്ചു, ആദരിച്ചു, ആരാധിച്ചു. അതുകൊണ്ടാണ് അവര് രാജാവിന്റെ ആൾത്താരയിൽ പൂജ നടത്തുവാനായിട്ട് തയ്യാറാകാതെ ഇരുന്നതും കൈസറാണ് ദൈവം എന്ന് ആർക്കുവാനായിട്ട് ഒരുങ്ങാതിരുന്നതും. നല്ലൊരു മാതൃകയാണ്. നമുക്കും ഈ പെർഗമോസ് സഭയുടെ മാതൃക പിന്തുടരുവാനായിട്ട് ശ്രദ്ധിക്കാം. ഈ സഭ പീഡനത്തിനെതിരെ ഉറച്ചൊരു നിലപാടെടുക്കുകയും വിശ്വാസം കാക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവസന്നിധിയിൽ അവർ നിരപരാധികളായില്ല, കുറ്റമില്ലാത്തവരായില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് മൂന്നാമതായിട്ട് 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറ്റം പറയുന്നത്, ഇവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയാനുണ്ട് എന്ന് കർത്താവ് പറയുന്നത്. അങ്ങനെയാണല്ലോ പാറ്റേൺ. കർത്താവ് തന്നെ പരിചയപ്പെടുത്തി, നന്മ എന്താണെന്നുള്ളത് കണ്ടു, അവരുടെ കുറ്റം എന്താണെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. 14-15 വാക്യങ്ങൾ. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലാവിയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞ കുറ്റമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അവര് പീഡനത്തിൽ കൂടി കടന്നുപോയി, വിശ്വാസത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവര് കുറ്റമില്ലാത്തവരായില്ല. നിന്നെക്കുറിച്ച് കുറ്റങ്ങൾ പറവാനുണ്ട് എന്ന് യേശു അറിയിക്കുകയാണ് ചെയ്തത്. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ടെന്നുള്ളതിന് ഐ ഹാവ് ഫ്യൂ തിങ്സ് അഗൻസ്റ്റ് യു, എനിക്ക് ചില കുറ്റങ്ങൾ നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. പിശാച് ഒരു അലറുന്ന സിംഹം പോലെ, 1 പത്രോസ് 5:8 അങ്ങനെയാണ് നാം വായിക്കുന്നത്, സഭയിൽ കടന്നു വന്ന് ചിലരെ വിഴുങ്ങി കളഞ്ഞു എന്ന് വരാം. എന്നാൽ അങ്ങനെ വിഴുങ്ങി കളഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഈ സഭയെ സംബന്ധിക്കുന്നിടത്തോളം. എന്നാൽ വഞ്ചിക്കുന്ന, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ് ഇവരുടെ സഭയിൽ നുഴഞ്ഞ് കയറി കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുന്നു. അലറുന്ന സിംഹം പോലെ പിശാച് ചിലരെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞില്ല, പ്രത്യക്ഷത്തിലൊന്നും സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ പിശാച് അങ്ങനെ മാത്രമല്ല വരുന്നത്, അവൻ ചിലപ്പോഴൊക്കെ നുഴഞ്ഞ് കയറി സഭയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനവും യൂദായുടെ ലേഖനവും മറ്റും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ദുരുപദേശത്തിനെതിരെയുള്ള ശക്തമായ പ്രബോധനങ്ങളാണ് ഈ 2 ലേഖനങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 പത്രോസ് 2:1 ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവർ മതഭേദങ്ങളെ നുഴയിച്ച് പ്രൈവിലി നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ എന്നൊക്കെയാണ്. യൂദായുടെ ലേഖനം 4-ാം വാക്യം വായിക്കുമ്പോൾ അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. യൂദായുടെ ലേഖനം 12-ാം വാക്യത്തിൽ പറയുന്നത് മറഞ്ഞു കിടക്കുന്ന പാറകൾ. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഈ പാറയെ കണ്ടെന്നിരിക്കുകയില്ല, പക്ഷെ വളരെ തന്ത്രപൂർവം പിശാച് സഭയിൽ നുഴഞ്ഞ് വരികയും ചില ആളുകളെ നുഴഞ്ഞ് സഭയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നു. പിശാചിന്റെ പ്രവർത്തനം തന്ത്രപൂർണമാണ്, അന്നും ഇന്നും എന്നും. ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിശാചിന്റെ പ്രവർത്തനങ്ങൾ വളരെ തന്ത്രപൂർണമാണ്, പണ്ടുകാലത്തും ഈ കാലത്തും എല്ലാ കാലഘട്ടത്തിലും. ചിലപ്പോൾ അവൻ അലറുന്ന സിംഹം പോലെ വന്നെന്നിരിക്കും, ചിലപ്പോൾ നുഴഞ്ഞു കയറുന്ന സർപ്പം പോലെ വന്നെന്നിരിക്കും. നാം രണ്ടിനെക്കുറിച്ചും ബോധമുള്ളവരും ശ്രദ്ധാലുക്കളുമായിരിക്കണം. അതുകൊണ്ടാണ് പിശാചിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നാം ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നും അപ്പോസ്തലന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പെർഗമോസ് സഭാ കൂട്ടായ്മയിൽ വേർപാടും വിശുദ്ധിയും ആചരിക്കാത്ത ചില സഹോദരന്മാർ, എല്ലാ സഹോദരന്മാരുമല്ല, ചില സഹോദരന്മാർ, ഇണയില്ലാ പിണ കൂടാൻ ആഗ്രഹിച്ച ചില സഹോദരന്മാർ നുഴഞ്ഞു കയറി. അതിന്റെ ഫലമായിട്ട് ദുരുപദേശങ്ങൾ സഭയിൽ പ്രചരിച്ചു തുടങ്ങി.
സാത്താന്റെ തന്ത്രം ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രത്യക്ഷത്തിൽ അപകടങ്ങളൊന്നും ഉണ്ടായില്ല, എന്നാൽ ചില തെറ്റായ ഉപദേശങ്ങൾ സഭയിൽ നുഴഞ്ഞ് കയറി. ഈ ഉപദേശവും അവരുടെ ആചാരങ്ങളും യേശുക്രിസ്തു വെറുത്തു. കാരണം സഭയുടെ ഏകാഗ്രതയും നിർമ്മലതയും ഈ ഉപദേശങ്ങൾ നഷ്ടപ്പെടുത്തുകയും കർത്താവിങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നതിന് പകരം മറ്റ് പല സ്ഥലങ്ങളിലേക്കും സഭാ വിശ്വാസികളുടെ ശ്രദ്ധ മറിഞ്ഞു പോകുന്നതിന് അത് ഇടയായി തീരുകയും ചെയ്യും. നുഴഞ്ഞു വന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ പേരാണ് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിക്കലാവിയർ എന്ന് നാം വായിച്ചത്. ഇവരെ നാം എഫെസോസ് സഭയിലും കണ്ടു പരിചയപ്പെട്ടിരുന്നു. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഓർക്കുക, നിക്കലാവിയർ എന്ന് പറഞ്ഞാൽ ജനം ജയിക്കുക, പൊതുജനാഭിപ്രായം അംഗീകരിക്കപ്പെടുക എന്ന് ആണ്. പൊതുജനാഭിപ്രായം അംഗീകരിക്കപ്പെടുമ്പോൾ ദൈവാലോചന നടപ്പാകുകയില്ല എന്ന് ഓർക്കുക. സങ്കീർത്തനം 33-ന്റെ 10-11 വാക്യങ്ങൾ നാം വായിച്ചാൽ, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആലോചനയാണ് എല്ലാ കാലഘട്ടത്തിലും നടപ്പാകേണ്ടത്, അതേ നടപ്പാകൂ. എന്നാൽ അതിനെതിരെ ജാതികളുടെ ആലോചന, വംശങ്ങളുടെ നിരൂപണങ്ങൾ ഒക്കെ സഭയിലേക്ക് നുഴഞ്ഞു കയറി വരുന്നതിനെയാണ് നിക്കലാവിയരുടെ ഉപദേശം എന്ന് പൊതുവെ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. മോശയ്ക്കെതിരെ, അതുപോലെ ദൈവം എഴുന്നേൽപ്പിച്ച മറ്റ് നേതാക്കന്മാർക്കെതിരെ പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കുകയും സംഘം ചേർന്ന് മോശയെ എതിർക്കാൻ, അഹ്റോനെ എതിർക്കാൻ ഒക്കെ ശ്രമിക്കുകയും ചെയ്ത ആളുകളെ ദൈവം എങ്ങനെയാണ് ന്യായം വിധിച്ചത് എന്ന് നിങ്ങൾ പഠിക്കണം. സംഖ്യാപുസ്തകം വായിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാക്കേണ്ട കാര്യം, പൊതുജനത്തോട് ചോദിച്ചിട്ടല്ല ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന് പൊതുജനങ്ങളുടെ ഉപദേശം ഒരിക്കലും ആവശ്യമില്ല. പൊതുജനങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ടല്ല ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം പൊതുജനം പലവിധം, ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്, ദൈവത്തിൻ്റെതായ രീതികളുണ്ട്, ദൈവം എഴുന്നേൽപ്പിക്കുന്ന നേതാക്കന്മാരുണ്ട്. അതവന് ആരോടും ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. ദൈവം പറയുന്നതിനും ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനും ഒക്കെ ദൈവം ഒരു കാരണവും കാര്യവും ഒരിടത്തും ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്ന നേതാക്കന്മാർക്കും ദൈവം പറയുന്ന കാര്യങ്ങൾക്കും ജനം വിധേയപ്പെടുന്നതാണ് ജനത്തിന് എപ്പോഴും അനുഗ്രഹം എന്ന് ഞാൻ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിക്കലാവിയർ പഠിപ്പിച്ച ഉപദേശത്തിന്റെ പേരാണ് 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ബിലയാമിന്റെ ഉപദേശം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 15-ാം വാക്യവും വായിക്കുമ്പോൾ നിക്കലാവിയരുടെ ഉപദേശം, അതുപോലെ തന്നെ ബിലയാമിന്റെ ഉപദേശം, ഇത് രണ്ടും പര്യായ പദങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ബിലയാം എന്ന എബ്രായ പേരിന്റെ അർത്ഥം ലോർഡ് ഓഫ് ദ പീപ്പിൾ ഓർ ഡിവോറിങ്, രണ്ടർത്ഥങ്ങളാണ്. ജനനായകൻ, കടിച്ചു കീറുന്നവൻ. എനിക്ക് തോന്നുന്നത് രണ്ടും കൂടെ ചേർക്കാവുന്നതാണ് തോന്നുന്നത്. ജനങ്ങളെ കടിച്ചു കീറുന്നതിനായിട്ട് ജനത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നവർ. അവർക്ക് ജനത്തോടല്ല സ്നേഹം, അവർ ജനത്തെ കടിച്ചു കീറി അവർ തടിച്ചു കൊഴുക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് ബിലയാം എന്ന പദം, ആ പേര് തന്നെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഉപദേശം വിശ്വസിച്ച ആളുകൾ ജനത്തിന്റെ മേൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ മേൽ ആധിപത്യം എടുക്കുകയും അവരെ വഴിതെറ്റിച്ചു കളയുകയും ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമാണ്. ബിലയാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇവർ പഠിപ്പിക്കുന്ന ഉപദേശം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ആ ചരിത്ര പശ്ചാത്തലത്തിൽ മാത്രമേ ബിലയാമിന്റെ ഉപദേശം എന്തെന്ന് മനസ്സിലാക്കാൻ ഒക്കുകയുള്ളൂ. ബിലയാമിന്റെ ചരിത്രം ചുരുക്കമായിട്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്, ഈ ഉപദേശം വഞ്ചനാത്മകവും പതുങ്ങിയിരിക്കുന്നതും പടർന്നു പിടിക്കുന്നതുമായ ഒന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻസിഡിയസ് ഡോക്ട്രിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസിഡിയസ് എന്ന് പറഞ്ഞാൽ അത് പതുങ്ങിയിരിക്കുന്നതാണ്, അത് വഞ്ചനാത്മകമാണ്, അത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ്, പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. ബിലയാമിന്റെ ചരിത്രം മനസ്സിലാക്കുവാനായിട്ട് സംഖ്യാപുസ്തകം 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ പരിശോധിക്കണം. ഹോംവർക്കായിട്ട് അത് നിങ്ങൾ പരിശോധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കം ഞാൻ പറയാം. പ്രവാചകനായിരുന്ന ബിലയാം തൻ്റെ കൃപാപരമായ പ്രവചനത്തെ വാണിജ്യവൽക്കരിച്ചു. സാമ്പത്തിക ലാഭം, സ്വന്തം നേട്ടം ഉണ്ടാക്കുന്നതിനായിട്ട് തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത കൃപയെ വാണിജ്യവൽക്കരിക്കുന്നതിന് ആഗ്രഹമുണ്ടായി. എല്ലാ മനുഷ്യർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനത്തിനായിട്ടും ധനം ഉണ്ടാക്കുന്നതിനായിട്ടും സൗഖ്യം ലഭിക്കുന്നതിനായിട്ടും ഒക്കെ ആഗ്രഹമുണ്ട്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. വേദപുസ്തകം പറയുന്നു, ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ
വഞ്ചനയിലും പല മോഹങ്ങളിലും കെണികളിലും കുടുങ്ങും. 1 തിമോത്തി 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ബിലെയാം. പെട്ടെന്ന് ധനം കാണുമ്പോൾ ആളുകൾ അവരെ തന്നെ മറന്നിട്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ധനത്തിന്റെ പിന്നാലെ പോകുന്ന പ്രവണത. ബിലെയാം ഇങ്ങനെ ധനം മോഹിച്ചിരുന്ന ഒരാളാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് ഒരു പ്രവാചകൻ എന്ന് മാത്രമാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ധനമോഹം ഉണ്ടായിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് മോവാബ് രാജാവായ ബാലാക്ക് ബിലെയാമിനെ സമീപിച്ചത്. എന്തിനാണ് സമീപിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവജനമായ ഇസ്രായേലിനെ ശപിക്കുക. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്, മോവാബിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അവർക്ക് ഇസ്രായേലിനെ പേടിയായി. അപ്പോൾ അവരെ ഒന്ന് ശപിക്കണം. ഒരു സംഘടനത്തിൽ വരികയാണെങ്കിൽ പരാജയപ്പെടണം. ശപിച്ചാൽ എത്ര പണം വേണമെങ്കിലും നൽകാം എന്ന് ബാലാക്ക് വാഗ്ദാനം ചെയ്തു. തന്റെ ജനമായ ഇസ്രായേലിനെ ശപിക്കുന്നതിൽ നിന്ന് ദൈവം ബിലെയാമിനെ വിലക്കി എന്ന് മാത്രമല്ല, ദൈവം അവൻ ശപിക്കാൻ ഉദ്ദേശിച്ച ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. ദൈവം അത് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ബാലാക്ക് പിന്നെയും ധനം വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പണം എറിഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ലോകത്തിൽ നടക്കുന്ന പോലെ തന്നെ കാര്യസാധ്യത്തിനായി പണം എറിഞ്ഞുകൊണ്ടേ ഇരുന്നു. അങ്ങനെ പണം എറിഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ബിലെയാം ബാലാക്കിന് ചില ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തെയും ഇസ്രായേലിനെയും തമ്മിൽ അകറ്റുക, അവരെ തമ്മിൽ പിണക്കുക. ദൈവവും ദൈവത്തിന്റെ ജനവും തമ്മിൽ അകലണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് പാപം കയറി വരണം. അങ്ങനെ അകറ്റാനായിട്ട് ശ്രമിക്കരുത്, അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ വിധേയപ്പെടരുത് എന്ന് ദൈവം ഇസ്രായേൽ മക്കളെ പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുറേയധികം ഹോംവർക്കുകൾ തരികയാണ്. ഇതൊക്കെ നീണ്ട ഒരു സന്ദേശമായതുകൊണ്ട് സമയം ലാഭിക്കേണ്ടതിനായിട്ടായിരിക്കാം അല്പം സ്പീഡും കൂട്ടി നിങ്ങൾക്ക് ചില ഹോംവർക്കും തന്നാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് ചെയ്യാം. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുക. അപ്പോൾ ദൈവം കൃത്യമായിട്ട് അവരോട് പറയുന്നുണ്ട്, ദൈവത്തെയും അവരെയും തമ്മിൽ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും തമ്മിൽ അകറ്റാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അത് നിന്റെ മാർവിടത്തിൽ ശയിക്കുന്ന നിന്റെ ഭാര്യ ആണെങ്കിൽ പോലും അതിനെ വിധേയപ്പെടുവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളവരെ കൊന്നുകളയണമെന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബിലെയാമിന് അറിയാം. എങ്കിലും ബിലെയാം തന്ത്രപരമായിട്ട് ധനമോഹം ഉള്ളിൽ കടന്നപ്പോൾ ബാലാക്കിന് ചില ഉപദേശങ്ങൾ നൽകി. ഈ ഉപദേശത്തിന്റെ ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെയും ഇസ്രായേലിനെയും തമ്മിൽ അകറ്റുക, ദൈവത്തിന്റെ അപ്രീതി ഇസ്രായേലിന്മേൽ വരാൻ കാരണമാക്കുക. അങ്ങനെ മാത്രമേ ഇസ്രായേലിനെ വീഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ തന്ത്രങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. ആ തന്ത്രങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. പുതിയ നിയമത്തിൽ അതെല്ലാം പല ലേഖനകർത്താക്കളും ഉദ്ധരിക്കുന്നുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. അപ്പൊ ആ വാക്യം നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിലെയാമിന്റെ വഴി, ബിലെയാമിന്റെ അകൃത്യം, അവൻ അനീതിയുടെ കൂലി കൊതിച്ചത്, അവൻ നേർവഴി വിട്ട് തെറ്റിയത് ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബിലെയാമിനെ പറ്റിയ അബദ്ധങ്ങൾ, അകൃത്യം ചെയ്തു, അവൻ നേർവഴി വിട്ട് തെറ്റി. അതാണ് ബിലെയാമിന്റെ വഴി എന്ന് പറയുന്നത്. വഴി നേരെയല്ല. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, അവൻ അനീതിപരമായിട്ട് ധനം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചു. യൂദ ലേഖനം എഴുതിയപ്പോൾ 11-ാം വാക്യത്തില് ഇതേ കാര്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബിലെയാം കൂലി കൊതിച്ചു, ബിലെയാമിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂലി കൊതിച്ചു, വഞ്ചനയിൽ അകപ്പെട്ടു. എന്തായിരുന്നു ബിലെയാം പറഞ്ഞു കൊടുത്ത തന്ത്രം, അല്ലെങ്കിൽ തന്ത്രപരമായ ഉപദേശം? മോവാബ് ശത്രുതാ മനോഭാവം വെടിഞ്ഞ് ഇസ്രായേലുമായി സൗഹൃദത്തിലാകുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലറുന്ന സിംഹം പോലെ വന്നാൽ ശത്രുതാ മനോഭാവം ഉണ്ടാകും. എന്നാൽ സ്നേഹമുള്ള ഒരു നുഴഞ്ഞു കയറി വന്ന സഹോദരനെ പോലെ, ഒരു പാമ്പിനെ പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത്രയും ദേഷ്യം വരികയല്ല. അതുകൊണ്ട് ശത്രുതാ മനോഭാവം വെടിഞ്ഞ് ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിലാകുക. യഹൂദന്മാരെ മോവാബ്യ ദേവന്മാരുടെ ഉത്സവങ്ങൾക്കും മറ്റും ക്ഷണിച്ച് അവരുടെ വിഗ്രഹാർപ്പിതം തിന്നുന്നതിനായിട്ടും വിഗ്രഹാരാധനയിൽ സംബന്ധിക്കുന്നതിനായിട്ടുമൊക്കെ അവരെ പ്രേരിപ്പിക്കുക. സ്ത്രീകളെ ഉപയോഗിച്ച് പരസംഗം ചെയ്തു തുടങ്ങുക. അങ്ങനെ ഇസ്രായേലിൽ പാപവും കൽപ്പനാലംഘനവും അകൃത്യവും മ്ലേച്ഛതയും പെരുകണം. അപ്പോൾ അവർ ദൈവത്തിന് അനിഷ്ടരാകും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവർക്ക് ലഭിച്ച ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, പരസംഗം, ദുർനടപ്പ്, വിഗ്രഹാരാധന, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രേരണ. അപ്പൊ ഇതെല്ലാം വഴി ഇസ്രായേലിൽ സംഭവിക്കുന്നത് എന്താണ്? അവർ പാപം ചെയ്യും, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കും,
അവർ അകൃത്യം ചെയ്യും, അവരെ മ്ലേച്ഛതകൾ അവരുടെ ഇടയിൽ പെരുകും, അവർ ദൈവത്തിന് അനിഷ്ടരായിത്തീരും. ഇത് പിശാചിന്റെ വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് എന്ന് എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളും തിരിച്ചറിയണം. എല്ലാ കാലഘട്ടത്തിലും പിശാച് ഇതൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു, കൽപ്പനകൾ ലംഘിക്കുന്നു, കൃത്യമല്ലാത്ത കാര്യങ്ങൾ അകൃത്യം ചെയ്യിപ്പിക്കുന്നു. അതാണ് ദുർനടപ്പ്, പരസംഗം, വിഗ്രഹാരാധന എന്നൊക്കെ പറഞ്ഞു. ഇത് പിശാചിന്റെ തന്ത്രമാണ് എല്ലാ കാലഘട്ടത്തിലും എന്ന് ദൈവജനം തിരിച്ചറിയണം. ലോകരാജ്യങ്ങളും ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ശത്രു രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള ഇടപാടുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അടിച്ചു വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ സ്നേഹിച്ചു വീഴ്ത്തുക, സ്നേഹിച്ചു മതം മാറ്റുക എന്നൊക്കെ പറയുന്ന പോളിസികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇഫ് യു ക്യാൻ ബീറ്റ് ദം ജോയിൻ ദം, ഓർ ഗുഡ് നെയ്ബർ പോളിസി, നല്ല അയൽക്കാരൻ നയം എന്ന് പറയും. നയപരമായ ഒരു സമീപനം. ഈ നയത്തിന്റെ പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങൾ കാണും. അതുകൊണ്ടാണ് ഉണർന്നിരിക്കണം, സൂക്ഷിക്കണം, നിർമ്മതരായിരിക്കണം എന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ചില രാജ്യങ്ങളൊക്കെ തമ്മിൽ വിവാഹ ബന്ധങ്ങൾ വഴി സൗഹൃദം സ്ഥാപിച്ചിട്ട് അപകടങ്ങളിലേക്ക് പോയതിനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. മാരേജ് അലയൻസ് എന്നാണ് പറയുന്നത്. മാരേജ് നടത്തിയത് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു, ഒരു ഹിഡൻ അജണ്ട വെച്ചിട്ടായിരുന്നു. ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആ കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുള്ളതാണ്. മോവാബും ഇസ്രായേലും തമ്മിലും ഈ ബിലെയാമിന്റെ ഉപദേശപ്രകാരം ഇതേ തരത്തിലുള്ളൊരു തന്ത്രമാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. യഹൂദന്മാരുടെ കാര്യത്തിൽ ധാരാളം ആളുകൾ ബിലെയാം ബാലാക്ക് തന്ത്രത്തിൽ കുടുങ്ങി വീണു. അവർ പരസംഗം ചെയ്തു, ഒരു ദുർനടപ്പ് ആചരിച്ചു, വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചു, വിഗ്രഹാരാധന തുടങ്ങി പല ചതികളിൽ വീണിട്ട് അവർ പാപങ്ങളിൽ അകപ്പെട്ടു. അതിന്റെ പരിണിത ഫലമായിട്ട് 24,000 ആളുകൾ മരിച്ചു എന്നാണ് വചനം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ മരിക്കുവാനുള്ള കാരണം അവരുടെ അനുസരണക്കേടും അവർ അവിശ്വാസികളുമായി ഇണയെല്ലാപ്പിണ കൂടിയതും വേർപാടും വിശുദ്ധിയും ആചരിക്കാതിരുന്നതുമാണ്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ വായിക്കുക. 9 മാത്രം വായിച്ചാൽ ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചെറിയ പുരാതന ചരിത്രം എങ്ങനെയാണ് പെർഗമോസുകാരുടെ ജീവിതത്തെ ബാധിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. സഭയിലെ ഒരു വിഭാഗം ആളുകൾ ഒരു പ്രത്യേക അഭിപ്രായം മുന്നോട്ട് വെച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, റോമൻ സാമ്രാജ്യവുമായി നാം ഒരു പ്രത്യക്ഷ എതിർപ്പ് വെച്ച് പുലർത്തേണ്ട കാര്യമില്ല, അവരോട് സൗഹൃദത്തിൽ വർത്തിക്കുക, അതാണ് സഭയ്ക്ക് എപ്പോഴും നല്ലത്. അതിന് ആത്മീയമായിട്ടുള്ള തെറ്റൊന്നുമില്ല. ദേവന്റെ മുൻപിൽ അല്ലെങ്കിൽ രാജാവിന്റെ യാഗപീഠത്തിന്റെ മുമ്പിൽ അല്പം പൂജയും പൂജാസാധനങ്ങളും ഒക്കെ സമർപ്പിച്ചിട്ട് രാജാവിനെ ഒന്ന് ആരാധിച്ചു വണങ്ങി എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ദൈവം പുറമേയുള്ള ആചാരങ്ങളെ അല്ലല്ലോ, ഹൃദയത്തെ അല്ലേ നോക്കുന്നത് എന്നവർ വാദിച്ചു. അവർ ഹൃദയം കൊണ്ട് അനാത്മീയതയിലേക്ക് തിരിഞ്ഞു. എന്തിനാണ് അവരങ്ങനെ ഹൃദയം കൊണ്ട് അനാത്മീയതയിലേക്ക് തിരിഞ്ഞത്? ഒരു താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയാണ്. തൽക്കാലം പീഡനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. കാരണം അവരുടെ മുമ്പിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ വിശ്വസ്തനായിട്ട് നിന്ന അന്തിപ്പാസ് ഈ തീരുമാനത്തിന് വിധേയപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് രക്തസാക്ഷിയാകേണ്ടതായിട്ട് വന്നു. എന്തിനാണ് വെറുതെ ഇങ്ങനെ എല്ലാവരും സഭയിലുള്ളവരും മരിക്കുന്നത്? ചിലപ്പോൾ അവർ പറഞ്ഞു കാണും, അവസാനം ഇങ്ങനെ ഓരോരുത്തരും മരിക്കാൻ തുടങ്ങിയ സഭ തന്നെ ഉണ്ടാകുകയില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം, നമ്മൾ ഒന്ന് വണങ്ങിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അകമല്ലേ ദൈവം കാണുന്നതെന്നൊക്കെ അവര് പറഞ്ഞു കാണും. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ എളുപ്പത്തിൽ കണക്കിലൊക്കെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറയുന്ന പോലെ ഇത് ഈസി വേ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സജഷനാണ് കൊടുക്കുന്നത്. റോമൻ സാമ്രാജ്യവും റോമൻ ചക്രവർത്തിയുമായിട്ട് സഹകരിക്കുക, അവരുമായിട്ട് ഒരു സഹകരണ മനോഭാവത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു കോംപ്രമൈസിൽ പോവുക എന്ന ഒരു ആലോചന മുന്നോട്ട് വെച്ചു. പല ആളുകളും അത് സ്വീകരിച്ചു കാണും. എത്ര അപകടകരമായ, എത്ര അനാത്മീയമായ ഒരു നടപടിയാണ് അവിടെ സംഭവിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് എന്നാണ് 14-ാം വാക്യത്തിൽ നാം വായിച്ചത്. ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഇങ്ങനെ യേശു കുറ്റപ്പെടുത്തിയപ്പോൾ പെർഗമോസ് സഭയിലുള്ളവർ ആത്മീയമായി പരസംഗം ചെയ്യുന്നവരും ആത്മീയമായി ദുർനടപ്പ് ആചരിക്കുന്നവരും ആത്മീയമായി വിഗ്രഹാരാധന നടത്തുന്നവരുമായി എന്ന് ആണ് അതിന്റെ അർത്ഥം. കൈസരാണ് ദൈവം എന്ന് പറഞ്ഞ് പൂജകളിൽ പങ്കാളികളായപ്പോൾ അവർ ആത്മീയ പരസംഗമാണ് ചെയ്തത്. അവരുടെ ഹൃദയം ക്രിസ്തുവിൽ ഏകാഗ്രമല്ല. അവരുടെ ഹൃദയത്തിന്റെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു പോയി എന്ന് ചുരുക്കം. ഈ നിലപാടുകൊണ്ട് ഭൗതികമായ ചില നേട്ടങ്ങൾ അവർക്കുണ്ടായെന്നുള്ളത് ശരിയാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഭൗതികമായ ചില നേട്ടങ്ങൾ അവർക്കുണ്ടായി. എന്താണ് അവർക്കുണ്ടായ നേട്ടം? നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണെങ്കിൽ
അവരുടെ തൊഴിൽ കൂട്ടായ്മ സംഘങ്ങൾ, അവരുടെ മെർച്ചന്റ് ഗിൽഡ്, ട്രേഡ് ഗിൽഡുകൾ അവരെ സ്വാഗതം ചെയ്തു. സാമ്രാജ്യത്തിന്റെ പീഡനത്തിൽ നിന്ന് അവർ സുരക്ഷിതരായി. സ്വൈര്യ ജീവിതം സാധ്യമായി. ടെൻഷനില്ല, ടെൻഷൻ ഫ്രീ ലൈഫ്. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ടെൻഷനില്ല, സാമ്രാജ്യം അവരെ പീഡിപ്പിക്കാനായിട്ട് വരികയില്ല, അവർക്ക് തൊഴിൽ ഉറപ്പായി, അവരുടെ വരുമാനം വർദ്ധിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർക്ക് പുറമേ നോക്കുമ്പോൾ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്നാണ് നമുക്ക് തോന്നുക. എന്നാൽ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നോക്കുക. അവരുടെ സാക്ഷ്യ ജീവിതം, അവരുടെ നിത്യത, അവർക്ക് ലഭിക്കാനായിട്ടിരുന്ന കർത്താവായ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത ജീവകിരീടം, ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതെല്ലാം അവർ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഭൗതികമായ താൽക്കാലികമായ നേട്ടങ്ങളുടെ പിന്നാലെ പോയത്. അവിശ്വാസികളുമായി ഇണയെല്ലാപ്പിണ കൂടി ഭക്തിരഹിതമായ ഒരു ജീവിതം നയിച്ച് വ്യക്തിപരമായ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രലോഭനം ഇന്നത്തെ വിശ്വാസികളിലും വ്യാപകമായി കാണാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിശ്വാസികളുമായി ഇണയെല്ലാപ്പിണ കൂടി ഭക്തിരഹിതമായ ഒരു ജീവിതം നയിച്ച് വ്യക്തിപരമായ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രലോഭനം എല്ലാ കാലത്തെ വിശ്വാസികളിലും വളരെ വ്യാപകമായിട്ടിരിക്കുകയാണ്. പെർഗമോസ് എന്ന പദത്തിന്റെ അർത്ഥം ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, ഇപ്പോൾ പറയട്ടെ. പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം വിവാഹിത, മാരീഡ് എന്നാണ്. എന്താണത് സൂചിപ്പിക്കുന്നത്? എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഓരോ പ്രാദേശിക സഭയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. വിവാഹം താമസം വിന നടക്കും. എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മണവാട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏകാഗ്രതയും നിർമ്മലതയും ജീവിത വിശുദ്ധിയും കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ്. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയം ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളും ചതിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതാണ് പെർഗമോസ് സഭയിൽ സംഭവിച്ചത്. വെളിപ്പാട് നാം തുടർന്ന് മുന്നോട്ട് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കാൻ പോകുന്ന ഒരു സുപ്രധാന സത്യം ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് നാം ലോകത്തിൽ കാണുന്ന ആത്മീക മത വ്യവസ്ഥിതിയെ മലിനപ്പെട്ട ഒരു വേശ്യ എന്നാണ് ദൈവം വിശേഷിപ്പിക്കുന്നത്. നാം പഠിച്ച് മുമ്പോട്ട് വരുമ്പോൾ 17-18 അധ്യായത്തിന്റെ ഇതിവൃത്യം തന്നെ അതാണ്. നമുക്ക് ഒരു വാക്യം മാത്രം ഓർക്കാം. 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. മത വ്യവസ്ഥകൾ അനാത്മീയമാകുമ്പോൾ അതിനെ ദൈവം വിശേഷിപ്പിക്കുന്നത് വേശ്യയെന്നും മ്ലേച്ഛതകളുടെ മാതാവെന്നുമാണ്. എന്നാൽ ദൈവസഭ വെളിപ്പെടുന്നത് ഒരു നിർമ്മല കന്യകയായിട്ടാണ്. വെളിപ്പാട് 14-4 വായിക്കുമ്പോൾ മാലിന്യപ്പെടാത്ത കന്യക എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മാലിന്യപ്പെടാത്തത്. നമ്മുടെ ഹൃദയം കർത്താവായ യേശുക്രിസ്തുവിൽ ഏകാഗ്രമായിരിക്കണം, നിർമ്മലമായിരിക്കണം. അത് വഞ്ചിക്കപ്പെട്ടിട്ട് ചതിക്കപ്പെട്ടിട്ട് മറ്റ് ലാഭങ്ങൾക്ക് വേണ്ടി എങ്ങോട്ടും പോകാനായിട്ട് പാടില്ല. ഏതെങ്കിലും സഭാ കൂട്ടായ്മയോ വ്യക്തികളോ ലോകവുമായി അനാത്മീക ബന്ധത്തിലും ഇടപാടുകളിലും പ്രവേശിക്കുന്നുവെങ്കിൽ അവരുടെ ഉദ്ദേശം കഷ്ടത ഒഴിവാക്കുക, ഭൗതിക ജീവിത വിജയം നേടുക എന്നതായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾ പ്രോസ്പെരിറ്റിയുടെ പിന്നാലെ, ഭൗതിക നന്മകളുടെ പിന്നാലെ പോകുന്നത്. എന്നാൽ ബൈബിൾ നമ്മളോട് പറയുന്നത് നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്നാണ്. അപ്പം അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർ കഷ്ടത ഒഴിവാക്കുകയും എപ്പോഴും അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുകയും എപ്പോഴും ഭൗതിക നന്മകളുടെ പിന്നാലെ പോവുകയും ചെയ്യുമ്പോൾ അതൊരു ജീവിത വിജയമാണെന്ന് കരുതുമ്പോൾ അവർ ആത്മീയ പരസംഗം ചെയ്യുകയാണ്. അവർ യേശുവിനോട് അവിശ്വസ്തത കാണിക്കുകയാണ്. ആത്മമണവാളനായ യേശുവിനെ അവർ തള്ളിക്കളയുകയാണ് എന്ന് മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നാം എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്, നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 4-മതായിട്ട് 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു അഡ്മോണേഷൻ, അവർക്കൊരു ഉപദേശം കർത്താവ് കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 16-17 വാക്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അന്തിപ്പാസ് വിശ്വാസത്തിനായി ധീരമായ നിലപാടെടുത്തതുകൊണ്ട് അദ്ദേഹം റോമൻ വാളിന് ഇരയായി. എന്നാൽ പെർഗമോസിലെ സഭ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ, കാരണം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ
ഇണയെല്ലാ പിണ കൂടുന്നതിനും അല്പം വിട്ടുവീഴ്ചകൾക്കും ഒക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വായിലെ വാളുകൊണ്ട് പോരാടും, ആ വാളിനെ നേരിടേണ്ടി വരും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ പറഞ്ഞത്, മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ഈ വാള് വചനമാണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് 1-ാം അധ്യായത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. എബ്രായലേഖനം 4:12 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നതുവരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഞാൻ വേഗത്തിൽ വന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ കർത്താവ് രണ്ടാമത് വരുമ്പോഴത്തെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യുത ദൈവവചനം അനുസരിക്കാത്ത ഒരു സഭയ്ക്ക് ഉടനടി ഈ കാലഘട്ടത്തിൽ തന്നെ വരുന്നതായ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ് കർത്താവ് അവരെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് തന്നെ ഈ സഭയ്ക്ക് തന്നെ പരിചയപ്പെടുത്തിയതും ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ അവരെ ഓർമ്മപ്പെടുത്തുന്നതിനാണ്. അറിവില്ലായിരുന്നു എന്ന് പറയരുത്. ഇരുവായ്ത്തല എന്ന് പറയുമ്പോൾ രക്ഷയും ശിക്ഷയുമാണ്. ഒരു സൈഡിൽ രക്ഷ, ഒരു സൈഡിൽ ശിക്ഷ. നാം രക്ഷയിൽ തന്നെ തുടരുന്നില്ലെങ്കിൽ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നില്ലെങ്കിൽ ശിക്ഷയിലേക്കാണ് നാം പോകുന്നത്. അവന്റെ വായിലെ വാളുകൊണ്ട് അത് നമ്മളോട് പോരാടുമ്പോൾ നാം രക്ഷയിലല്ലെങ്കിൽ ശിക്ഷയിലേക്ക് പോകും എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായിട്ട് ഒരു വെല്ലുവിളി, ഒരു ചാലഞ്ച് കൊടുത്തിട്ടാണല്ലോ കർത്താവ് തന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നത്. 17-ാം വാക്യത്തിലാണ് ആ ചാലഞ്ച് കാണുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അവസാനത്തെ ഭാഗം വരുമ്പോൾ ഉത്തരവാദിത്വവും വെല്ലുവിളികളും വ്യക്തികൾക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ സന്ദേശങ്ങളിലും എല്ലാ സഭകളോടും ഇതേ രീതിയിലാണ് കർത്താവ് സംസാരിച്ചത് എന്നുള്ളതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചെവിയുള്ളവൻ, ജയിക്കുന്നവൻ, അവൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ചെവിയുള്ള സഭയെന്നും ജയിക്കുന്ന സഭയെന്നും അല്ല പറഞ്ഞത്, രണ്ടും വ്യക്തികളാണ്. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മന്നയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിട്ട്, ഇസ്രായേലിന്റെ മരുഭൂമി പ്രയാണത്തിൽ സ്വർഗീയ ഭോജനമായ മന്ന കൊണ്ടാണ് ദൈവം ജനത്തെ പുലർത്തിയത്. നിയമപ്പെട്ടകത്തിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രം ഉണ്ടായിരുന്നു. അവരിത് കഴിച്ചു എന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ, പുറപ്പാട് 16-ന്റെ 12 മുതൽ 36 വരെ, 32 മുതൽ 36 വരെയെങ്കിലും വായിക്കുക. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും എബ്രായലേഖനം 9:4, ഈ 2 വേദഭാഗങ്ങളെങ്കിലും വായിച്ചാൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പെർഗമാസിലെ വിശ്വാസികൾ ഉത്സാഹം കാണിക്കേണ്ടിയിരുന്നത് വിഗ്രഹാർപ്പിതം തിന്നാനും ദുർനടപ്പാചരിക്കുവാനുമല്ല, പിന്നെയോ ദൈവം നൽകിയ വിശുദ്ധ ഭക്ഷണമായ മന്ന അഥവാ ദൈവവചനം വഴി ലഭിക്കുന്ന ജീവനുള്ള അപ്പമായ യേശു ക്രിസ്തുവിനെയാണ് അവർ ആഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കേണ്ടിയിരുന്നത്, അല്ലാതെ വിഗ്രഹാർപ്പിതം തിന്നുവാനായിട്ടല്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ മത്തായി സുവിശേഷം 4:4 പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 32 മുതൽ 65 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 6:32 മുതൽ 65 വരെ വായിക്കുക, ഹോംവർക്ക്. യേശു വീണ്ടും ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തിയത്. ചില വാക്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. യോഹന്നാൻ 6:32, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഉള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. 35-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. 49-50 വാക്യങ്ങളിൽ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പം ആകുന്നു. 51-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. 58-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു, പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ അപ്പം തിന്നാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, വിഗ്രഹാർപ്പിതം തിന്നുവാനായിട്ടല്ല. വീണ്ടും ശ്രദ്ധിക്കുക, ഈ മന്ന നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നതിനാണ് ഒരു പൊൻപാത്രത്തിൽ അതിട്ട്
നിയമപ്പെട്ടകത്തിൽ വെച്ചിരുന്നത്. എന്നാൽ ഈ നിയമപ്പെട്ടകത്തിന്റെ മുകളിലാണ് നാം കൃപാസനത്തെ കാണുന്നത്. കെരൂബുകൾ രണ്ട് സൈഡിലും നിൽക്കുന്നു, നടുവിൽ ഒരു കൃപാസനം ഇരിക്കുന്നു. ആ കൃപാസനത്തെക്കുറിച്ചും ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കെരൂബുകളുടെ നടുവിലുള്ള നിയമപ്പെട്ടകത്തിന്റെ മുകളിലിരിക്കുന്ന കൃപാസനത്തെക്കുറിച്ച് വായിക്കുവാനായിട്ട് കഴിയും. 2 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ. സങ്കീർത്തനം 80-1 കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ. ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മന്നയിട്ട് വെച്ച പാത്രത്തിന്റെ പെട്ടകത്തിന്റെ പുറത്ത് കെരൂബുകളുടെ നടുവിൽ കൃപാസനം. ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പെർഗമ സഭ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ള ഇടം. തുടക്കത്തിൽ ഞാനത് ഓർമ്മപ്പെടുത്തിയിരുന്നു. നീ പാർക്കുന്നത് എവിടെയാണ്? സാത്താന്റെ സിംഹാസനം ഉള്ള ഇടം. അവിടെ പാർക്കുമ്പോഴും അവർ ദൈവത്തിന്റെ സിംഹാസനം ദർശിക്കണം. അവർ പാർക്കുന്ന സ്ഥലം ഏത് തന്നെ ആയിക്കോട്ടെ, അവർ ആത്മാവിൽ ദൈവത്തിന്റെ സിംഹാസനം ദർശിക്കണം. ആ സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാടിനെ അവർ കാണണം. വെളിപ്പാട് 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവന്റെ രക്തം കൊണ്ടാണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. അത് പെർഗമോസുകാർ മറന്നപ്പോഴാണ് അവർ വേറെ സിംഹാസനങ്ങൾ കാണുകയും ഭയപ്പെട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ ആരാധിക്കാനായിട്ട് പ്രേരിതരാകുകയും ചെയ്തത്. ഇത് തന്നെയല്ലേ ഇന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നമ്മളുടെയും പ്രശ്നം? നാം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ഇതാണ്. ഏത് ആളെയാണ് ആരാധിക്കേണ്ടത്? സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ. ഈ കൃപാസനത്തിൽ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ കെരൂബുകളുടെ നടുവിൽ ഇരിക്കുന്ന ഒരു സിംഹാസനം. നാം 4-5 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സിംഹാസനത്തെ കാണാനായിട്ട് പോവുകയാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെ ഇപ്പോഴേ നമ്മൾ കാണണം. നാം പാർക്കുന്നിടത്ത് മറ്റു പല സിംഹാസനങ്ങൾ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവസിംഹാസനത്തിന്റെ ദർശനം, ഈ കൃപാസനത്തിന്റെ ദർശനം തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ചോദിക്കുകയാണ്. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് ജയിക്കുന്നവന് മന്ന മാത്രമല്ല, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ആമുഖ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ വെള്ളക്കല്ലിന്റെ കൃത്യവ്യാഖ്യാനം നമുക്കറിയില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവം നമുക്കൊരു പുതിയ പേര് തരും എന്ന് പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് യെശയ്യാവ് 62-ന്റെ 2 വായിച്ചാൽ യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും, ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിക്കും എന്നൊക്കെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ പെർഗമോസ് ചരിത്രത്തിൽ നിന്ന് ഈ വെള്ളക്കല്ല് എന്തെന്നുള്ളതിനെ കുറിച്ച് ചില നിഗമനങ്ങൾ നമുക്ക് ഒരുപക്ഷെ നടത്താനായിട്ട് സാധിക്കും. ഒന്നാമത്, ഒരു കോടതിയിൽ വിസ്താരം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു കുറ്റവാളിയെ ന്യായാധിപൻ വിട്ടയക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, പെർഗമോസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു വെള്ളക്കല്ല് തന്റെ മേശപ്പുറത്തിരിക്കുന്ന പളുങ്കുപാത്രത്തിൽ ഇടുമായിരുന്നു. അങ്ങനെ ഒരു വെള്ളക്കല്ല് പളുങ്കുപാത്രത്തിലിട്ടാൽ അവനെ വിട്ടയക്കാം, അവൻ കുറ്റവാളി അല്ല എന്നാണ് അതിന്റെ അർത്ഥം. നാം അനീതിയുള്ളവരായിരുന്നെങ്കിലും കർത്താവായ യേശുക്രിസ്തു നമ്മളെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു, ഡിക്ലെയർഡ് റൈച്ചസ് എന്നുള്ള കാര്യം ഒരുപക്ഷെ ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായിട്ട്, ചില പ്രത്യേക സദ്യകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഒരു ടിക്കറ്റ് പോലെ വെള്ളക്കല്ലിൽ പേരെഴുതി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, ഒരു എൻട്രി പാസ് പോലെ. ഇന്ന് കർത്താവിന്റെ കൂടെ നമ്മൾ അത്താഴം കഴിക്കുന്നവരാണ്. വെളിപ്പാട് 3:20, ഇനി 19-6-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഭാവിയിൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്കും നാം ക്ഷണിക്കപ്പെട്ടവരാണ്. ഈ കല്ല് സൂക്ഷിച്ചോണം കേട്ടോ. അവിടെ ആ കല്ല് കൊടുത്തിട്ടായിരിക്കും അങ്ങോട്ട് കയറേണ്ടത്. അതിലൊരു പ്രത്യേക പേരെഴുതിയിട്ടുണ്ട്, ഓമന പേരെഴുതിയിട്ടുണ്ട്. ആ പേർ ചൊല്ലി അവൻ നമ്മളെ വിളിക്കും. മൂന്നാമതായിട്ട്, ഉറ്റ സുഹൃത്തുക്കൾ ചില പ്രത്യേക കാര്യങ്ങൾ എഴുതി പ്രത്യേക തരത്തിലുള്ള വെള്ളക്കല്ല് കൈമാറുന്ന ഒരു രീതി പെർഗമാസിലുണ്ടായിരുന്നു. കല്ല് ലഭിച്ച ആള് നിധി പോലെ അത് കാത്തു സൂക്ഷിക്കും. നമ്മുടെ ഒരു ഓട്ടോഗ്രാഫ് പോലെ അത് ഒരു വലിയ നിധിയാണ്, അവർക്ക് ഒരു വലിയൊരു ഓർമ്മയാണ്. ഒരു പക്ഷേ പെർഗമാസുകാർക്ക് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലായി കാണും. പെർഗമാസുകാർ ചെയ്യുന്ന രീതി നമുക്കും ചിലപ്പോൾ ഓർക്കാം. കർത്താവ് നമുക്കൊരു പ്രത്യേക ഓട്ടോഗ്രാഫ് തന്നിട്ടുണ്ട്, നമുക്കത് വളരെ നിധി പോലെ സൂക്ഷിക്കാം. നമുക്കൊരു പേരിട്ടിട്ടുണ്ട്, നമ്മുടെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ സൈനൊക്കെ ഒരു കോഡ് ലാംഗ്വേജ് ആണെന്നൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കർത്താവ് നമ്മളെ നീതിമാന്മാരായിട്ട് ഡിക്ലെയർ ചെയ്തു, അവൻ നമ്മളെ ഒരു സദ്യക്ക് ക്ഷണിച്ചു,
നമുക്ക് ആ കർത്താവിനോട് രഹസ്യമായിട്ട് പല കാര്യങ്ങളും സംഭാഷിക്കുവാനുണ്ട്. ഇതെല്ലാം കർത്താവ് നമുക്ക് തരുന്നു എന്നുള്ള കാര്യം ഈ വെള്ളക്കല്ല് ഒരുപക്ഷെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടാകാം. ഏതായാലും നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ പെർഗമാസുകാർക്ക് നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവർക്കൊരു സംശയം ഉണ്ടായി കാണുകയല്ല. നമ്മെ സംബന്ധിച്ച് പാപിയായിരുന്ന എന്നെ യേശു നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു. അവൻ്റെ കൂടെ അത്താഴം കഴിക്കാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നു. മഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ അവൻ സ്നേഹത്തോടെ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യേശുവിൻ്റെ കൂടെ വിശ്വസ്തയോടെ അന്ത്യം വരെ ജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുക്കമുള്ളവരായിട്ട്, ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്താത്തവരായിട്ട്, അവൻ്റെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്നതിനായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ സന്ദേശം ഒരിക്കൽ കൂടി നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ പെർഗമ സഭയോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. രാജ ആരാധന, അതുപോലെ തന്നെ സൗഖ്യ ആരാധന അല്ലെങ്കിൽ ഇമ്പീരിയൽ കൾട്ടും അസ്കുലാപ്പിയസിന്റെ ആരാധനയും അവരുടെ മുദ്രയും ഒക്കെ നിലനിരുന്ന ഒരു സ്ഥലത്ത് കർത്താവ് തന്നെ പരിചയപ്പെടുത്തിയത് മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ ദൈവവചനത്തിന്റെ പ്രാധാന്യമാണ്. പ്രോ കോൺസലിന്റെ മുദ്രയായ ഊരിപ്പിടിച്ച വാളല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇരുവായ്ത്തലയുള്ള വാൾ. അത് കർത്താവ് ഓർമ്മപ്പെടുത്തി. രാജാവിന്റെ വാളാണോ യേശുവിന്റെ വാളാണോ നാം പ്രധാനമായിട്ട് കാണുന്നത്? യേശു കൊടുത്ത അപ്രൂവൽ ഓർക്കുക. നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ള ഇടം, എന്നാൽ നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. പീഡനത്തിലും രക്തസാക്ഷിത്വത്തിലും ഒക്കെ കർത്താവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് അത് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നത് കർത്താവ് അംഗീകരിക്കുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട് ഒരു അക്യൂസേഷൻ, കുറ്റം പറഞ്ഞു. ബിലയാമിന്റെ ഉപദേശം, നിക്കലാവിയരുടെ ഉപദേശം, നുഴഞ്ഞു വന്ന അപകടത്തെ, ദുർനടപ്പ്, പരസംഗം, വിഗ്രഹാരാധന, വിഗ്രഹാർപ്പിത ഭക്ഷണം, ഇതൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് നാം പഠിച്ചല്ലോ. കർത്താവ് കൊടുത്ത ഒരു ഉപദേശം ശ്രദ്ധിക്കുക, മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ വചനമാകുന്ന വാളുകൊണ്ട്, എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ പോരാടും. മാനസാന്തരപ്പെടാൻ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റു പറയാം. 17-ാം വാക്യത്തിൽ ഒരു വെല്ലുവിളി തന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന, വെള്ളക്കല്ല്, പുതിയ പേര്, ഇതെല്ലാം തരാനായിട്ട് കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. പെർഗമോസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ഓർക്കുക, മാരീഡ് ഓർ എൻഗേജ് എന്നാണ്. കർത്താവുമായിട്ടൊരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിൽ അവൻ വിവാഹത്തിനായിട്ട് നമ്മളെ ചേർക്കാൻ വരുന്ന നാൾ വരെ ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിച്ചാൽ അവന്റെ പിന്നാലെ തന്നെ പോകുന്നതിനായിട്ട് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. കുറവുകളെ കർത്താവിനോട് ഏറ്റു പറയാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്റെ അത്ഭുതകരമായിട്ടുള്ള ആ സിംഹാസനത്തിനായിട്ട്, അതിന്റെ മുമ്പിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റി ജീവനുള്ള പുതിയ വഴി തുറന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചല്ലോ. അതിന് തടസ്സം വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീക്കിക്കളണം. എല്ലാ കേൾവിക്കാരുടെ ഹൃദയത്തെയും അവിടുന്ന് ശുദ്ധീകരിക്കണം. ഞങ്ങളെ നിനക്കായിട്ട് സമർപ്പിക്കുകയാണ്. പിശാചിന്റെ കെണികളിലോ തന്ത്രങ്ങളിലോ ഒക്കെ പെട്ടിട്ട് ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു പോകാതെ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഏകാഗ്രചിത്തരായിരിക്കാൻ, ആ വിവാഹ ദിവസത്തിലേക്ക് കർത്താവ് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുവാൻ, കുഞ്ഞാണ്ട് കല്യാണം വന്നു, കാന്തയും താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ആ മനോഹര ദിവസത്തിൽ കർത്താവിന്റെ കൂടെ ചേരുവാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് ഒരുക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.